ഹായ് എല്ലാവർക്കും നമസ്കാരം. ദിസ് ആഷിം തലങ്ങര മുഹമ്മദ്. നമ്മൾ ഈ ദുബായിൽ മെട്രോ റെയിലിൽ ഏകദേശം മെട്രോ ട്രെയിനിൽ എല്ലാവരും പോയിട്ടുണ്ടാവാം. പക്ഷേ മെട്രോ ട്രെയിനിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, അതായത് ദുബായ് ട്രാം. അപ്പോൾ ഞാനിന്ന് ദുബായ് ട്രാമിൽ പോവുകയാണ്. ദുബായ് ട്രാമിൽ എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണ് ദുബായ് ട്രാം എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പോകാം. നമ്മളിപ്പോൾ ദുബായ് ട്രാമിലേക്ക് പോവാണ്. ദുബായ് ട്രാം കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനത് കാണിക്കാൻ പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യാം. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കണ്ടിരുന്നല്ലോ, പക്ഷേ ഈ ദുബായ് ട്രാം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് എൻട്രൻസ് ഇതിൽ കൂടിയാണ് പോകുന്നത്. നോക്കാം. നമ്മളിപ്പോൾ ദുബായ് നോളജ് പാർക്ക് ബിൽഡിങ്ങിൻ്റെ കോൺഫറൻസ് സെൻറ്ററിൻ്റെ അടുത്താണ് ഉള്ളത്. നമ്മളിപ്പോൾ ദുബായ് ട്രാമിലേക്ക് നടന്നു പോവാണ്. ദുബായിലുള്ളവർ പല ആൾക്കാരും മെട്രോ ട്രെയിനിൽ കയറിയിട്ടുണ്ടാവാം. പക്ഷേ ട്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, അതിൻ്റെ സവാരി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ദുബായ് നോളജ് പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ അൽസീഫ് ട്രാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത്. ഇതറിയാമല്ലോ, ഇതിവിടെ സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. ദുബായിലുള്ളവർക്ക് അറിയാം, എങ്കിലും പുറത്ത് കാണാത്തവർക്കാണ് ഇത് കാണിക്കുന്നത്. ഇത് റെയിൽ കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ദുബായ് നോളജ് പാർക്ക്. നമ്മൾ ട്രാമിലേക്ക് എത്തി. നമ്മളകത്തേക്ക് കയറി. ഇത് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത്. നോൽ വാലിഡേറ്റർ, മനസ്സിലായില്ലേ? നമ്മളതിൽ പണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ കാർഡിൽ നോക്കാം. ഇവിടെ ടാപ്പ് ചെയ്യാനാണ് പറയുന്നത്. കണ്ടോ, 46 ഉണ്ട്. ചെക്ക് ഇൻ സക്സസ്ഫുൾ. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ദുബായ് ട്രാം ഇതിന് പറയുന്നത് എങ്ങനെയാണ്? ഇത് മാപ്പാണ്. നോളജ് വില്ലേജ് റൈഡിൽ നോക്കി. സാധാരണ ഈ കൽക്കട്ട അങ്ങോട്ടത്തെ ഭാഗത്തിലുണ്ടാവുമല്ലോ, റോഡിൻ്റെ സൈഡായിട്ട് ഉള്ള റെയിൽ, അതുപോലെയാണ്. പക്ഷെ കാറ്റുള്ളല്ലേ, നല്ല ചൂടുണ്ട്. ട്രാം അപ്പുറത്ത് മറ്റേ സൈഡിൽ വന്നു. ട്രാം ഈ സൈഡിലും വരികയാണിപ്പോൾ വന്നു. ഇതാണ് ട്രാം. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേട്ടോ. കാരണം സാധാരണ മെട്രോ പോലെ അല്ലായിരുന്നു.
നമ്മളിപ്പോൾ പാം ജുബൈറ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഇതെല്ലാം മീഡിയ സിറ്റിയാണ്. മീഡിയ സിറ്റി എൻട്രൻസ്. മീഡിയ സിറ്റി എത്തി. നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ദുബായിലുള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യും. നമ്മളിപ്പോൾ മിനാസിയായി നാട്ടിൽ ബസ്സെല്ലാം തിരിക്കുമ്പോഴാണ് ഇവിടെ തിരിക്കുന്നത്. കണ്ടോ, വണ്ടിയെല്ലാം അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശത്തെ കൂടിയാണ് റെയില്. തിരക്ക് കൂടി പോവാണെങ്കിൽ ഇതിൽ പോകേണ്ട ആവശ്യമില്ല. നല്ല ആസ്വദിച്ച് പോവാണെങ്കിൽ ഇതിൽ പോവാം.
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചെറിയ ട്രെയിനിലായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ചെറിയ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വലിയ ട്രെയിനിലേക്ക് പോവാം. നമ്മൾ അതിൽ കൂടിയാണ് വന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ട്രാക്ക്. നമ്മളിപ്പോൾ ഇനി വലിയ ട്രെയിനിലേക്ക് പോവാം. അതായത് സർവീസ് ബസ് പിടിച്ച പോലെ സർവീസ് ട്രെയിൻ പിടിച്ച് വന്നു. അതിനെയാണ് ട്രാം എന്ന് പറയുന്നത്. ഇനി വലിയ ട്രെയിനിലേക്ക് പോവാം. നമ്മളിപ്പോൾ മെയിൻ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു. മെയിൻ മെട്രോയിലേക്ക് പോവാം. ചെറിയ ട്രെയിനിൽ വന്ന് വലിയ ട്രെയിനിൽ കയറാം. മെട്രോയുടെ പ്ലാറ്റ്ഫോമാണ്. ട്രെയിൻ വന്നു. അതിന് നമ്മൾ നേരെ യൂണിയൻ എന്ന സ്റ്റേഷനിലേക്ക് പോകാം. ഇത് ദുബൈയിലുള്ളവർക്ക് അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. എടുക്കുന്നില്ല, ട്രെയിൻ കയറാം. الانتقال إلى ترام دبي. The next station is Dubai Properties. This is interchange station to Dubai Tram. المحطة القادمة هي زمالك العقارية. يمكنكم من خلالها الانتقال إلى ترام دبي. The next station is Dubai Properties. This is interchange station to Dubai Tram.